കുറച്ച് ദിവസമായിട്ട് വയറുവേദന എന്ന് പറഞ്ഞിട്ടാണ് ആ കുട്ടീനെയും കൊണ്ടിട്ട് ഉമ്മ വന്നതേ. അപ്പം ഞാൻ അവർ സ്കൂളിൽ പോകുമ്പം പല അതും ഇതൊക്കെ വാങ്ങി കഴിക്കുമല്ലോ പിള്ളേരല്ലേ. അപ്പം ഞാൻ അവരുടെ അടുത്ത് അതറിയാനായിട്ട് ഇങ്ങനെ ചോദിക്കുകയായിരുന്നു എന്താ കഴിച്ചതെന്ന്. അപ്പോൾ അവൾ പറഞ്ഞ് സ്കൂളിൽ പോയപ്പോൾ ഒന്നും കഴിച്ചില്ലാന്ന്. അപ്പം ഞാൻ മദ്രസ് പോകുമ്പോൾ എന്ത് കഴിച്ചെന്ന് ചോദിച്ചു. അപ്പം എന്നോട് പറഞ്ഞ് ഞാൻ മണ്ണ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു മണ്ണ് എവിടെ നിന്ന് കിട്ടി എനിക്ക് മണ്ണ് എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ് റോഡരികിൽ നിന്ന് എടുത്താണ്. അപ്പോൾ പൊടിമണ്ണ് ഒരു റോഡരികിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് കഴിച്ചതാണത്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ ആരെങ്കിലും മണ്ണ് കഴിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ് അത് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കഴിക്കാറുണ്ട്. അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ കുട്ടികളിൽ ഈ ഒരു കല്ല്, മണ്ണ്, ചോക്ക്, സ്ലേറ്റ്, ദഹിക്കാത്ത സാധനങ്ങൾ, പ്ലാസ്റ്റിക്കൊക്കെ കഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ചിലപ്പോൾ അത് അവരുടെ ഒരു ഹാബിറ്റിൻ്റെ ഭാഗമായിട്ട് കഴിച്ച് ശീലമായതുകൊണ്ട് കഴിക്കാം. ഈ കുട്ടികൾക്ക് ചിലപ്പോൾ അവരുടെ ഫ്രണ്ട്സ് കഴിച്ച് അതുകൊണ്ട് കഴിച്ചതാവും. അതല്ലെങ്കിൽ ഡെഫിഷ്യൻസീസ്, പ്രത്യേകിച്ച് അയൺ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോഴൊക്കെ കുട്ടികളിൽ ഇതുപോലെ കാണാറുണ്ട്. അപ്പം നമുക്ക് അവരുടെ ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കിയാൽ ഇതിൻ്റെ എന്തുകൊണ്ടാണ് അവരിത് കഴിക്കുന്നതെന്നുള്ള അറിയാൻ പറ്റും. ഗുരുതരമായിട്ടുള്ള അനീമിയ കേസ്, രക്തക്കുറവുള്ള കേസിലും ഇത് കാണാം. അനീമിക്കാണ്, രക്തക്കുറവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവർക്ക് മെഡിസിൻസ് കൊടുക്കേണ്ടി വരും. ചേച്ചി ഇതാ പേഷ്യൻറ്റിന് കൊടുക്കണേ. അപ്പോൾ ഹോമിയോപ്പതിയിൽ ഇഷ്ടം പോലെ മെഡിസിൻസ് ഈ പൈക്ക എന്ന് പറയുന്ന കണ്ടീഷന് മാനേജ് ചെയ്യാനായിട്ട് അവൈലബിൾ ആണ്.